നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന പ്രക്ഷോഭങ്ങൾ ശുഭസൂചനയെന്ന് CITU ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ്. രാജ്യത്തെ ആരോഗ്യമേഖലയെ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും KN ഗോപിനാഥ്. രാജ്യത്ത് രോഗവ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ആശാപ്രവർത്തകർ ആണെന്നും KN ഗോപിനാഥ്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലക്കാട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന നിലവിലുള്ള സംവിധാനം തുടരണമെന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഷൊർണൂർ വില്ലേജ് സമ്മേളനം. ക്ഷേമ പെൻഷൻ ബാങ്ക് വഴിയാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രതിഷേധം ഷൊർണൂരിൽ. ബദലാവ് സരൂരി ഹേ CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI മണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. വാർത്തകൾ വിശദമായി. പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന പ്രക്ഷോഭങ്ങൾ ശുഭസൂചകമാണെന്ന് CITU ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ് പറഞ്ഞു. രാജ്യത്തെ ആരോഗ്യമേഖലയെ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്ത് രോഗവ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ആശാപ്രവർത്തകരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥ മേധാവികളെ പോലെ IAS ഉദ്യോഗസ്ഥന്മാർ അതേപോലെയൊക്കെ നമ്മുടെ സ്ഥാനത്തൊക്കെ വന്ന ആളുകളോട് പെരുമാറിയാൽ പണി പാഴ്സലായി കിട്ടും എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിഷേധിച്ച് നമുക്ക് മനസ്സിലായി. അല്ലേ? അതുകൊണ്ട് വളരെ വിനയത്തോടു കൂടി തൊഴിലാളികളെ കേൾക്കാൻ, അവരെ മനസ്സിലാക്കാൻ, അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ, അവരോട് വഴിതെറ്റി പോകാതെ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി ശരിയായ രൂപത്തിൽ ശിക്ഷണം ചെയ്തവരെ നയിക്കാൻ ആ പ്രാപ്തി കാണിക്കുമ്പോഴാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു കേഡർ ക്വാളിറ്റി വളർന്നു വരിക. ആ നിലയിൽ നല്ല കാവലാളുകളായി, തൊഴിലാളി വർഗത്തിന്റെ കാവലാളുകളായി, വാൻഗാർഡുകളായി രാജ്യത്ത് രോഗവ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ആശാപ്രവർത്തകരാണ്. രാജ്യത്ത് ആരോഗ്യനയം തന്നെ രൂപപ്പെടുന്നത് ആശാപ്രവർത്തകർ ഗ്രാമീണ തലത്തിൽ നടത്തുന്ന പരിശോധനകളുടെയും ശേഖരിക്കുന്ന ഡാറ്റകളുടെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇന്ന് ജോലി ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുകയാണ്. ഓരോ കാലത്തും ജോലിഭാരം വർദ്ധിക്കുമ്പോഴും വേതനം വെട്ടിക്കുറയ്ക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ തീരുമാനം അംഗീകരിക്കാൻ കഴിയാത്തതാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആശാമാർക്ക് ജോലി സുരക്ഷിതത്വമുള്ളത് കേരളത്തിലാണ്. ഇതിന് കാരണം ഇടത് സർക്കാരാണ്. ദേശീയ വില നിലവാര സൂചിക അനുസരിച്ച് വിവിധ വിഭാഗങ്ങൾക്ക് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിക്കുമ്പോഴാണ് ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുന്നത്. തൊഴിൽ മേഖലകൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര നയം തന്നെയാണ് കേരളത്തിലും തുടരുന്നത്. ഇതിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും KN ഗോപിനാഥ് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് MB പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PP പ്രേമ പ്രവർത്തന റിപ്പോർട്ടും ദേശീയ സെക്രട്ടറി AR സിന്ധു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ രജനി മോഹൻ, സംസ്ഥാന സെക്രട്ടറി സിന്ധു വിനോദ്, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, K രമണി, P മേരി, V സരള, KK പ്രസന്ന, TK നൌഷാദ്, SB രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഷൊർണൂർ വില്ലേജ് സമ്മേളനം നെടുങ്ങോട്ടൂർ ഗവൺമെന്റ് പ്രീമെട്രിക് ഹോസ്റ്റൽ ഹാളിൽ നടന്നു. KSKTU ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന നിലവിലുള്ള സംവിധാനം തുടരണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ KSKTU ഷൊർണൂർ വില്ലേജ് സമ്മേളനം ഞായറാഴ്ച രാവിലെ നെടുങ്ങോട്ടൂരിലെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ സംഘടിപ്പിച്ചു. വില്ലേജ് പ്രസിഡന്റ് ഉണ്ണിനന്ദനൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. CPM കുളപ്പള്ളി ലോക്കൽ സെക്രട്ടറി M സുരേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇനി പുതിയ വീട് കൊടുക്കേണ്ടതില്ല. നമ്മൾ വന്നപ്പോൾ തീരുമാനിച്ചത് എന്താ? എല്ലാവർക്കും വീട് കൊടുക്കണം, വീടില്ലാത്തവർക്ക് മുഴുവൻ. 5 ലക്ഷം നമ്മൾ 10 വർഷം സർക്കാർ ഭരിച്ചപ്പോൾ 5 ലക്ഷം പേർക്കാണ് വീടുണ്ടാക്കി കൊടുത്തത്. 5 ലക്ഷം പേർക്ക് അവർക്ക് കയറി കിടക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥിതി നമുക്കുണ്ടായി. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചല്ലോ, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും ദുരിതം പേറുന്ന, ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് വീട്ടമ്മമാർ. അവർ അധ്വാനം ആരും കാണാറില്ല. അവർക്ക് ചെറിയ അലവൻസ് അല്ലെങ്കിൽ ചെറിയൊരു സംഖ്യ കൊടുക്കണം എന്ന് ഈ സർക്കാർ തീരുമാനിച്ചു.
അതിന്റെ ഭാഗമായി 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള മുഴുവൻ ആൾക്കാർ 32 ലക്ഷം പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അവർക്ക് 2 മാസത്തെ ഗഡു കൊടുത്തു. നമ്മൾ വില്ലേജ് പ്രസിഡന്റ് ഉണ്ണിനന്ദനൻ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി MK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ MC ശങ്കരൻ രക്തസാക്ഷി പ്രമേയവും ഗോപിനാഥൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് K മുരളീധരൻ, സെക്രട്ടറി MK രാമേന്ദ്രൻ, ട്രഷറർ T ലത തുടങ്ങിയവരടങ്ങുന്ന പുതിയ കമ്മിറ്റി ഭാരവാഹികളെയാണ് തെരഞ്ഞെടുത്തത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന നിലവിലുള്ള സംവിധാനം തുടരണമെന്നും വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്ഷേമ പെൻഷൻ ബാങ്ക് വഴിയാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംഘടനാ കൺവീനർ TR സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സാധാരണക്കാരെ ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കുന്നത്. ഒരു വരുമാനവുമില്ലാതെ ജീവിതത്തിൽ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം സർക്കാരിന് ലഭിക്കുന്നതാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഈ പെൻഷൻ തുക ഇനി മുതൽ ലഭിക്കില്ല. അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലോ കനറ ബാങ്കിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇനി നമ്മളെ അക്കൗണ്ട് ചേരണം. എന്നിട്ട് ആ അക്കൗണ്ടിലേക്കാണ് ഈ പൈസ ഗവൺമെന്റ് തരിക. K ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് N മുണ്ടൻ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി ചന്ദ്രൻ K, ജോയിന്റ് സെക്രട്ടറി KK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി K പരമേശ്വരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബദലാവ് സരോരി ഹേ CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഡൽഹി മാർച്ചിന്റെ ഭാഗമായി CPI മണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തടുക്കശ്ശേരിയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ മങ്കര വെള്ള റോഡിൽ സമാപിച്ചു. എന്തിനു വേണ്ടിയാണ് 3/2 ഭൂരിപക്ഷം? ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ഭരണഘടന മാറ്റി എഴുതണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. ആ 3/2 ഭൂരിപക്ഷം ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട BJPക്ക് അന്ന് ലഭിച്ചത് കേവലം 240 സീറ്റുകൾ മാത്രമാണ്. ഒറ്റയ്ക്ക് ഭരിക്കുവാൻ പോലും ഭൂരിപക്ഷം ലഭിച്ചില്ല. 303 സീറ്റുണ്ടായിരുന്നു BJP. പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJPക്ക് EP രാധാകൃഷ്ണനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. CPI മണ്ഡലം സെക്രട്ടറി KV ബാബു, AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, MS വേലായുധൻ, KN ദേവദാസ്, ജാഥ ക്യാപ്റ്റൻ M ജയകൃഷ്ണൻ, KN ദേവദാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ സംസ്ഥാന കൗൺസിൽ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ സംസ്ഥാന പ്രതിനിധി സമ്മേളനം 2027 ജനുവരിയിൽ തിരൂരങ്ങാടിയിൽ വെച്ച് നടത്താനും തീരുമാനമായി. അതേപോലെ തന്നെ നമ്മുടെ 24 എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധം. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് അപാകത പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം അനുവദിക്കുക, ഭിന്നശേഷി നിയമനം തടഞ്ഞുവച്ചിരിക്കുന്ന അധ്യാപക അംഗീകാരം നൽകുക എന്നീ ആവശ്യങ്ങളിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ അനാദ്യപൂർവ്വമുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് തീരുമാനിച്ചു. 2027 മെമ്പർഷിപ്പ് വിതരണവും ഒക്ടോബർ 2 വാരം നടത്തുവാനും സംസ്ഥാന പ്രതിനിധി സമ്മേളനം 2027 ജനുവരി മാസം തിരൂരങ്ങാടിയിൽ വെച്ച് നടത്താനും തീരുമാനിച്ചു. സംസ്ഥാന പ്രസിഡന്റ് VP മുന്നാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ രാജേഷ് കലിക്കോടൻ, മനോജ് ജോസ്, ബിബിൻ, അനിൽകുമാർ, മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് കുമാർ, ജില്ലാ നേതാക്കൾ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പൊന്നുമണി KK സ്വാഗതവും സംസ്ഥാന ട്രഷറർ VCT ഗോപാലകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വെൽഫെയർ പാർട്ടി കോട്ടായി യൂണിറ്റ് സമ്മേളനം കോട്ടായിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ആ സാമൂഹ്യനീതി ഉറപ്പുവരുത്താനാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ നമുക്ക് എതിരെ പണിയെടുക്കുന്നവർ അതിനെക്കാട്ടിയും കൃത്യതയോടെ പണിയെടുക്കേണ്ടത്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ എന്നത് സംസ്ഥാനങ്ങൾ നടത്തിയ പരീക്ഷയാണ് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ നടത്തേണ്ടതില്ല, കേന്ദ്രം നടത്താമെന്ന് പറഞ്ഞ് അത് നടത്തിയപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ചോർത്തി കൊടുത്തപ്പോൾ 21 കുട്ടികൾ ആ മനംനൊന്ത് ആത്മഹത്യ ചെയ്തപ്പോഴാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വിപ്ലവം നടത്തുമെന്ന് പ്രതീക്ഷിച്ച കുട്ടികൾ അവർ നടത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡൽഹി തെരുവുകളിൽ അവർ സമരം നടത്തിയപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത്.
പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ ഓടന്നൂർ അധ്യക്ഷത വഹിച്ചു. FITU ജില്ലാ നേതാവ് അസീസ് ആലത്തൂർ, മോഹനൻ കോട്ടായി, ജലീൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഷംസുദ്ദീൻ ഓടന്നൂർ പ്രസിഡന്റ്, അബ്ദുൾ ജലീൽ സെക്രട്ടറി, അബ്ദുൾ ഹക്കീം ട്രഷറർ, മോഹനൻ കോട്ടായി, താഹിറ സുബൈർ വൈസ് പ്രസിഡന്റുമാർ, മറിയ ഷംസുദ്ദീൻ, മുത്തലീഫ് ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 9 വ്യാപാരി ദിനം ആചരിക്കുകയും സംഘടന അംഗമായിരുന്ന സുബ്രഹ്മണ്യന്റെ നിര്യാണത്തെ തുടർന്ന് കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായവും കൈമാറി. വളരെ നല്ല നല്ല കാര്യങ്ങളും സഹായങ്ങളും വ്യാപാരി സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കതൊരിക്കലും വ്യാപാരി സമൂഹത്തിനും അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള അതിൻ്റെ പിൻഗാമികൾക്കും മക്കൾക്കും ഭാര്യമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ തന്നെ അതുപോലെ നാട്ടുകാർക്കും നമ്മൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു 2-3 പദ്ധതികളുണ്ട്. ഒന്ന് ഭദ്രം പദ്ധതി, അത് കൂടാണ്ട് ഭദ്രം പ്ലസ് പദ്ധതി, പിന്നെ അതുകൂടാതെ സൗഭാഗ്യനിധി എന്നൊരു പദ്ധതി. ഈ സൗഭാഗ്യനിധി എന്ന പദ്ധതിയിൽ നമ്മൾ മറ്റുള്ള പുറത്തുള്ള ആളുകളെ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുതുരുത്തി KSEB ഓഫീസിന് മുന്നിലുള്ള വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് MK അംസക്കുട്ടി പതാക ഉയർത്തുകയും തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ധനസഹായ വിതരണം ചെയ്യുകയും ചെയ്തു. ചടങ്ങിൽ മറ്റു ഭാരവാഹികളായ MS മുഹമ്മദ് P, അലി KB, ഗോവിന്ദൻകുട്ടി, CK അഷറഫ്, VA ആനന്ദൻ, KB രാജൻ, VS സുനിത തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി PA അലി പട്ടേൽ സ്വാഗതവും ട്രഷറർ V രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ സ്വതന്ത്ര സമരസേനാനി KV ചാമോജിയെ മുണ്ടൂർ സാംസ്കാരിക സാഹിത്യ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി MV രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനമൊട്ടുക്ക് അറിയപ്പെടുന്ന തരത്തിലേക്ക് കൊണ്ടുചെത്തിച്ചിട്ട് ചാമുണ്ണി എന്ന് പറയുന്ന ശ്രീ ചാമുജി അവരുടെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വിക്ടോറിയ കോളേജിലുമായി ബന്ധപ്പെട്ട് അവരുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറസ്റ്റ് വരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ സന്ദർഭത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹത്തെ അനുസ്മരിക്കുക കൂടിയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യാറുള്ളത്. വിക്ടോറിയ കോളേജ് ബോംബ് കേസിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പാലക്കാടിനെ അടയാളപ്പെടുത്തിയ നേതാവ് KV ചാമുജി മരണം മുന്നിൽ കണ്ട് ചാമുജി നടത്തിയ സമരചിത്രങ്ങൾ ദേശസ്നേഹികൾക്ക് ആവേശമാണെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു. സംസ്കാര സാഹിത്യ ജില്ലാ ജനറൽ സെക്രട്ടറി AC സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INDUC മലമ്പുഴ റീജിയണൽ പ്രസിഡന്റ് PK ജ്യോതിപ്രസാദ്, മുസ്ലിം ലീഗ് നേതാവ് TA അബൂബക്കർ, KS ശ്രീരാമകൃഷ്ണൻ, PP രാമചന്ദ്രൻ, PR പഴനൻകുട്ടി, PC പ്രേമദാസൻ, KK ബിജു, AK സഹദേവൻ, KK രാമകൃഷ്ണൻ, KS സുരേഷ്, C രവീന്ദ്രൻ, PS ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. SNDP പാലക്കാട് വെസ്റ്റ് യൂണിയൻ മനക്കമ്പാട് ശാഖയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സംഘടന വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MR സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗമാണ്. ഒരു കാലത്ത് ഞാനൊക്കെ 60-ന്റെ കാലത്ത് പഠിക്കുമ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ട്. അതായത് തുടങ്ങുന്നതിന് മുമ്പ് AKG വരുന്നതിനൊക്കെ ഞാൻ അവിടെ പോകാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് കേട്ടാൽ പോകുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ ഞാനത് വയലാറാണ് എഴുതി എന്നാണ് വിചാരിച്ചത്. 77-ൽ SNDP പ്രസ്ഥാനത്തിൽ വന്നപ്പോഴാണ് ആദ്യകാല സെക്രട്ടറിയായ ഈ ഫ്ലക്സിൽ ഫോട്ടോയുള്ള മഹാകവി കുമാരനാശാൻ തിരുവിതാംകൂർ രാജസിംഹാസനത്തെ 1000 വർഷത്തെ ചെങ്കോലും അധികാര സിംഹാസനത്തെ നോക്കി വിപ്ലവകരമായി പറഞ്ഞു, കാലം മാറിപ്പോയി, കാണാ ചരട് തീർത്ത നിയമങ്ങളും നിയമാവലികളും മാറ്റുവിൻ, അല്ലെങ്കിൽ മാറ്റുന്നത് നിങ്ങൾ. പ്രശസ്ത വാദ്യകലാകാരൻ അത്താലൂർ ശിവദാസ്, പാലക്കാട് വെസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ASI V ആറുമുഖൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ശാഖാ സെക്രട്ടറി NV സന്തോഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് PC കമലനാഥൻ നന്ദിയും പറഞ്ഞു. ഷൊർണൂർ കവളപ്പാറ ശിവക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. കർക്കിടക മാസത്തിലെ ഓഗസ്റ്റ് 9 ഞായറാഴ്ചയായിരുന്നു ചടങ്ങുകൾ.
രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം നൽകി. തുടർന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ടും ആരംഭിച്ചു. തുടർന്ന് വഴിപാട് നടത്തിയ ഭക്തർക്കും ആനയൂട്ടിന് അവസരമുണ്ടായിരുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തു. ഇത്തവണ ക്ഷേത്രത്തിൽ 24ാം തവണയാണ് ആനയൂട്ടും ഗജപൂജയും നടക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സുന്ദരൻ, സെക്രട്ടറി സുരേന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര NSS കരയോഗത്തിൽ സംഘടിപ്പിച്ച രാമായണ പാരായണത്തിന് സമാപനമായി. 7, 8, 9 തീയതികളായിരുന്നു പാരായണം. രാവിലെ 8 മണി മുതൽ 1 മണി വരെയായിരുന്നു പാരായണം. ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. വനിതാ സമാജം ഭാരവാഹികൾ നേതൃത്വം നൽകി. കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും വീടുകളിലും വളരെ കൂട്ടായ്മയോടും ഭക്തി നിർഭരമായും രാമായണ പാരായണം നടന്നു വരുന്നുണ്ട്. ഇവിടെ NSS കരയോഗം മങ്കരയിൽ 7, 8, 9 അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വനിതാ സമാജം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മറ്റു കരയോഗ മെമ്പർമാരുടെയും സാന്നിധ്യത്തിൽ 3 ദിവസമായി രാമായണ പാരായണം നടന്നു വരുന്നുണ്ട്. 3 ദിവസവും പാരായണത്തിന് ശേഷം കഞ്ഞിയും മുഴുക്കും അന്നദാനമായി നൽകി വരുന്നുണ്ട്. വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടെ ഈ ഒരു ദൗത്യം പൂർണ്ണമായും സന്തോഷത്തോടുകൂടി ഇന്ന് 3ാം ദിവസമായ ഇന്ന് സദ്യയോടുകൂടി പര്യവസാനിപ്പിക്കാൻ സാധിച്ചത് ഒരുപാട് നന്ദി എല്ലാവരോടും. വടനൂർ ശ്രീ മണ്ണേമ്പത്തൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാമായണ മാസാചരണ സമാപനവും സർവൈശ്വര്യ പൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വാരണാസി ശ്രീ മണ്ണേമ്പത്തൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണവും രാമായണ പാരായണത്തിന്റെ സമാപന ദിനത്തിൽ സർവ ഐശ്വര്യ പൂജയും നടന്നു. ഞായറാഴ്ചയായിരുന്നു ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്തിയത്. കണയും വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു സർവേശ്വര പൂജ സംഘടിപ്പിച്ചത്. തുടർന്ന് രാമായണ പാരായണ സമാപനവും ഭക്തിപ്രഭാഷണവും ഗോപിനാഥൻ മാസ്റ്ററും നിർവഹിച്ചു. നാടിന്റെയും കുടുംബാംഗങ്ങളുടെയും സർവൈശ്വര്യത്തിനും ഐക്യത്തിനുമായി നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ക്ഷേമസമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണിയംകുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമവും ഭഗവത് സേവയും രാമായണ പാരായണവും നടന്നു. തന്ത്രി പ്രവീൺ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുട്ടികളുടെ രാമായണ പാരായണ മത്സരവും പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചിരുന്നു. ഔഷധ കഞ്ഞി വിതരണവും നടന്നു. പുലാച്ചിത്ര വനിതാ വേദി അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇല്ലം നിറയും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇല്ലം നിറയ്ക്കാനുള്ള കതിർക്കുല ക്ഷേത്രം തന്ത്രി ഗോദ ശർമ്മൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു. തുടർന്ന് മറ്റു പൂജകൾക്ക് അഴികത്ത് കൃഷ്ണൻ നമ്പൂതിരി, രാധാകൃഷ്ണൻ ഭട്ട് തുടങ്ങിയവരും നേതൃത്വം നൽകി. കർക്കിടക വാവുബലിക്ക് ഉള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ട്രസ്റ്റ് പ്രസിഡന്റ് രാമു ചാത്രാത്ത്, മാനേജർ MA രാജു, ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവർ പറഞ്ഞു. പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇല്ലന്നറി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഇന്ന് ക്ഷേത്ര മേൽശാന്തി ശ്രീ ഗോദശർമ്മൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു കഴിഞ്ഞു. ഇന്ന് കാലത്ത് മുതൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഈ ചടങ്ങിന് നേതൃത്വം വഹിക്കുന്നതിനായിട്ട് ഗണപതി ഭഗവാനെ തൊഴുവാനും മറ്റുള്ള കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ എത്തി.
ഇന്ന് ഇല്ലന്നറയുടെ ഭാഗമായിട്ടുള്ള പ്രസാദമായിട്ടുള്ള കതിര് ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമായിട്ടുള്ള ആ അഷ്ടദ്രവ്യ കൂട്ട് പ്രസാദമായിട്ട് ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും നൽകിക്കഴിഞ്ഞു. 2 ബലിത്തറകളായി 2 ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആ ബലിതർപ്പണ കർമ്മം നടക്കുന്നത്. അതുപോലെ മഹാതിലഹോമം സായുജ്യ പൂജ ഇവിടെ ക്ഷേത്രത്തിനകത്ത് ശ്രീ ഗോദശർമ്മൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇവിടെ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കല്ലൂർ ശ്രീ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷം ഭക്തിസാന്ദ്രമായി. കാലത്ത് ഗണപതി ഹോമം, ഉഷപൂജ, രാമായണ പാരായണം എന്നിവയ്ക്ക് ശേഷം നിറകതിർ ഭക്തജനങ്ങളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. പുന്നക്കുരിശി ശിവക്ഷേത്രം മേൽശാന്തി KS ശ്രീനാഥ്, കല്ലമ്പാക്ക ക്ഷേത്രം മേൽശാന്തി ഹിമാംസു പണ്ഡിറ്റ്, കൊട്ടിങ്ങൽ അയ്യപ്പ ക്ഷേത്രം മേൽശാന്തി KS പ്രസാദ്, E രാഘവാര്യർ, KS സുബ്രഹ്മണ്യയ്യർ, ഹരിദാസ് പത്തായത്തൊടി എന്നിവർ ഇല്ലംനിറ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിറപൂജ, ക്ഷേത്രത്തിൽ ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം നിറകതിർ, പുത്തിരി പായസ വിതരണവും എന്നിവയും നടന്നു. കർക്കിടകം 1 മുതൽ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടന്നുവരികയാണ്. എല്ലാ ദിവസവും കാലത്ത് ഗണപതി ഹോമം, ത്രികാല പൂജ, ഡോക്ടർ വിജയലക്ഷ്മി വാര്യരുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം, വൈകിട്ട് ഭഗവത് സേവ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും പ്രസാദ കഞ്ഞി വിതരണം എന്നീ കാര്യങ്ങൾ നടക്കുന്നു. കർക്കിടകം 31 ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി 1 മാസത്തെ ആഘോഷം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരന്മാരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന പ്രക്ഷോഭങ്ങൾ ശുഭസൂചനയെന്ന് CITU ദേശീയ സെക്രട്ടറി KN ഗോപിനാഥ്. രാജ്യത്തെ ആരോഗ്യമേഖലയെ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും KN ഗോപിനാഥ്. രാജ്യത്ത് രോഗവ്യാപനം തടയുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നത് ആശാപ്രവർത്തകർ ആണെന്നും KN ഗോപിനാഥ്. ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലക്കാട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന നിലവിലുള്ള സംവിധാനം തുടരണമെന്ന കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഷൊർണൂർ വില്ലേജ് സമ്മേളനം. ക്ഷേമ പെൻഷൻ ബാങ്ക് വഴിയാക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ പ്രതിഷേധം ഷൊർണൂരിൽ. ബദലാവ് സരൂരി ഹേ CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഡൽഹിയിൽ നടക്കുന്ന ഡൽഹി മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI മണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.